വെൽക്കം ടു മൈ ചാനൽ ട്രാവലിംഗ് മാന്ത്രികൻ. കണ്ടതും കേട്ടതും മനോഹരമെങ്കിൽ ഇനിയും കാണാൻ പോകുന്നത് അതിമനോഹരമായിരിക്കും. അങ്ങനെ നമ്മൾ കുറേ നാളിന് ശേഷം വീണ്ടും ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനുള്ളത് തിരുപ്പതിയിലാണ്. അപ്പോൾ എന്തായാലും 2 ദിവസം ഹോളിയാണെന്ന് അറിഞ്ഞ ഉടനെ ഞാനും ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരും ചേർന്നിട്ട് ഇല്ലേ നമ്മുടെ ചങ്ക് ബഡീസും ചേർന്നിട്ട് ഇപ്പോൾ നമ്മൾ തിരുപ്പതി വന്നേക്കുണ്ട്. 2 ദിവസം അവധിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ടൊന്ന് തിരക്കട്ടെ, എവിടെയാണ് നമുക്ക് ടോക്കൺ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ഇവിടുന്ന് എങ്ങനെയാണ് പോകേണ്ടത്, ബസ് ചാർജൊക്കെ എത്ര തിരക്കട്ടെ. അപ്പോൾ അതിനു മുന്നേ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വീഡിയോ ഉണ്ട്, ഫസ്റ്റായിട്ട് അത് പോയി കാണുക, പോയി കണ്ടിട്ട് വാ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ട്രിപ്പ് പോവാണ്. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ തിരുപ്പതിയിലോട്ട്. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് പോകാതിരിക്കുന്ന മോശമല്ലേ, അതുകൊണ്ട് നമ്മൾ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഇതാണ് എൻ്റെ റൂം. അതുകൂടെ വെളിയിലത്തെ അടിപൊളി ഒരു കാഴ്ചയുണ്ട്. കാരണം ഇത്ര നല്ല ടെറസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ചന്ദ്രൻ്റെ വ്യൂ ഒക്കെ കണ്ട അത്ര അടിപൊളിയായിട്ട് നമുക്ക് നൈറ്റ് കാണാൻ പറ്റും. അത് ഇവിടെ തൊട്ടടുത്തൊരു പുഴയുള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരിക്കും. അപ്പം നീട്ടി പോകുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. കറക്റ്റ് രാവിലെ 5-ന്റെ ബസ്സിന് പോയി കേട്ടോ. ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ശ്രീ ബാലാജി ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് അകത്തോട്ട് നേരെ അകത്തോട്ട് പോകുമ്പം അവിടെയാണ് ടോക്കണും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അതുപോലെ തന്നെ ബസ്സിൻ്റെ കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് വേണം തിരക്കാൻ. നാട്ടിൽ നിന്ന് വരുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് ടോക്കൺ ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കും. ഒരു 4 മാസം മുന്നേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 300 രൂപയുള്ളൂ. ഞാൻ ആ റേറ്റിലാണ് കണ്ടത് അവിടെ. അപ്പോൾ എന്തായാലും അത് മസ്റ്റായിട്ട് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. അത് വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണ്. പിന്നെ ഇതേണ്ട ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് കേട്ടോ. AC ബസ്സൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്കീമെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കി കറക്റ്റായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഗൈസ്. അപ്പോൾ തന്നെ ഇവിടെ തിരുപ്പതി ഇപ്പം നമ്മളുള്ളത് തിരുപ്പതിയിലാണ്. ഇവിടുന്ന് വേണം നമുക്ക് തിരുമലയ്ക്ക് പോകാൻ. തിരുമലയ്ക്ക് പോകാനുള്ള നോൺ AC ബസ് ചാർജ് എന്ന് പറഞ്ഞാൽ 160 രൂപയാണ് കേട്ടോ. അപ്പം AC ബസ്സിന് അതിനെക്കാട്ടി കൂടുതലായിരിക്കും. എന്തായാലും നമ്മളെ പുറകിൽ എന്തായാലും ഇപ്പം AC ബസ് ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് പോകാനുള്ളത്. അല്ലേ, നമ്മുടെ ആശാനൊക്കെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റായിട്ട് ഞാൻ ഇത് മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഇപ്പം ഞാനുള്ളത് ശ്രീ ബാലാജി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ബസ്സിൽ നിന്ന് കയറാൻ വരേണ്ടത്. തിരുപ്പതിക്ക് പോകുന്ന ബസ് കയറാൻ വേണ്ടിയിട്ട് തിരുമല ബാലാജി എന്ന് പറയുന്ന ഈ ഒരു ബസ് സ്റ്റാൻഡിലാണ് വരേണ്ടത്. ഗൈസ്, വണ്ടി കയറാൻ ഭയങ്കര തിരക്കാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളും വിൻഡോ സീറ്റിന് വേണ്ടിയിട്ടാണ് ധൃതി വെച്ച് വണ്ടി കയറുന്നത്. അപ്പം ഞങ്ങളും അതുപോലെ തന്നെ വിൻഡോ സീറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വിൻഡോ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളും പോകുന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. പോകും, അതുറപ്പാണ്. പക്ഷേ എങ്കിലും നമുക്ക് കാണാനുള്ളൊരു വ്യൂ പോയിന്റും കാര്യങ്ങളും എല്ലാം വിൻഡോ സീറ്റ് കിട്ടിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ 2ാമത്തെ ബസ്സിൽ കയറി വിൻഡോ സീറ്റും കിട്ടി ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. യാത്ര തുടങ്ങി. ഓരോരുത്തരും വിൻഡോ സീറ്റ് എന്തുകൊണ്ട് വേണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് എനിക്ക് യാത്ര തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഈ ഒരു സ്റ്റാച്യു പോലെ തന്നെ വളരെ മനോഹരമായിരുന്നു യാത്ര തുടങ്ങുമ്പോൾ തൊട്ടുള്ള ഓരോ കാഴ്ചയും. അങ്ങനെ തിരുമലയ്ക്കുള്ള യാത്ര തുടങ്ങി. ഈ ഒരു കവാടം കയറി ചെല്ലുമ്പോഴേ ആദ്യം തന്നെ ഒരു പോലീസ് ചെക്കിംഗ് ഉണ്ട്. മൊത്തത്തിലൊന്ന് വെരിഫൈ ചെയ്തതിന് മാത്രമേ നമ്മളെ തിരുമലയ്ക്ക് വിടുകയുള്ളൂ. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയേക്കുവാണ്. ഇവിടെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം കയറത്തുള്ളൂ. അങ്ങനെ ഇവിടുത്തെ ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ചെക്കിങ് കഴിഞ്ഞ് ബസ് ഇവിടെ വരണം. നമ്മൾ വന്ന ബസ് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് നമ്മൾ ഏത് ബസ്സിലാണോ കയറിയ ആ ബസ് ഇവിടെ വരണം. അപ്പോൾ ഓരോ ബസ്സും അതിൽ വന്ന ആളുകൾ ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഇങ്ങനെ ഓരോ റോ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുവഴിയാണ് ബസ് പോകുന്നതും അതിൻ്റെ അപ്പുറത്ത് കാറും അങ്ങനെ സെപ്പറേറ്റ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വന്ന ബസ്സിൽ അതേ സീറ്റിൽ ഇരുന്ന് തന്നെയാണ് കേട്ടോ ട്രാവൽ തുടങ്ങിയത്. ഗൈസ്, അങ്ങനെ അതുണ്ട് ഞങ്ങൾ സ്പോട്ടിലെത്തിയിരിക്കുന്നു. നമ്മൾ വന്ന വണ്ടി ഇതായിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വണ്ടികളൊക്കെ നിരത്തി നിർത്തിയേക്കാണ്. എന്തിനു വേണ്ടി നിർത്തിയേക്കാമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ടീം മൊത്തം ഇവിടെ ഉണ്ട്. ഇത് എൻ്റെ സൈഡിലെ എൻ്റെ വർക്കേഴ്സാണ്. എല്ലാവരും നല്ല ചങ്ക് ബഡീസാണ് കേട്ടോ. നമ്മുടെ ആശാനൊക്കെ ഉണ്ട്, ജേർണാശാന്. പിന്നെ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ബാക്കി പറയാം. ഓക്കെ, ഇവിടെ വന്നിട്ട് നല്ല ചൂടായിട്ടുള്ള മസാല ദോശയും സാമ്പാറും മുളക് ചട്നിയും പിന്നെ അതുകൂടാതെ തന്നെ
തൊമരച്ചട്നിയാണെന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഇത് തന്നെയാണ് കേട്ടോ മേടിക്കുന്നത്. എല്ലാവരും 8 പേരുണ്ട്, 8 പേരും മേടിക്കുന്നു ഒരേ സാധനം തന്നെ. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. കൊള്ളാം ഗൈസ്. അങ്ങനെ മസാല ദോശ കഴിച്ചു. ഒരാൾക്ക് 70 രൂപയാണ്. അതായത് ഒരാൾക്ക് 70 രൂപ നമ്മൾ ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. ഇവിടെ ഗൂഗിൾ പേ ഇല്ല. സോ ക്യാഷായിട്ട് വരുന്നവർ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി അടുത്ത നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ ഓക്കെ. അങ്ങനെ ഓരോരുത്തർ ഷെയർ ചെയ്തതിൻ്റെ പൈസയാണ് കയ്യിലോട്ട് വരുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഗേറ്റ് കണ്ടു. ET7 എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് നേരെ കയറി പോകാൻ പറ്റുമോ അതോ ഇതുവഴി എങ്ങനെ തിരിച്ചു പോകണോ എന്നൊക്കെ വ്യക്തമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാം. അവിടെ തന്നെ അതിൻ്റെ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ നമുക്ക് അവിടെ തിരക്കാം. ഇതാണ് ഇവിടുത്തെ മാപ്പ്. അകത്തോട്ട് പോകേണ്ട ഗേറ്റും കാര്യങ്ങളും ഒക്കെ ഇതുവഴിയാണ്. അപ്പോൾ 2 എൻട്രി കൊടുത്തിട്ടുണ്ട്. ഇതുവഴി വെളിയിലോട്ട് വരാനും ഇതുവഴി ദർശനത്തിന് പോകുന്നവർക്ക് പോകുവാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇതുവഴി അകത്തോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ പാസ് എടുത്തിട്ട് വരുമ്പോൾ ഇവിടെ ES5, ES6, ES7 അങ്ങനെ ഓരോ ഗേറ്റിൻ്റെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാസിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ പാസിൻ്റെ മുന്നിൽ വന്നതിന് ശേഷം ആ മെൻഷൻ ചെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒത്തിരി ക്യൂ നിൽക്കാതെ കയറാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ഒരു ടോക്കൺ ടിക്കറ്റോ അങ്ങനെ ഒന്നും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്താണ് തീരുമാനം എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്നവർ എന്തായാലും 300 രൂപ കൊടുത്ത് സൈറ്റിൽ കയറി ബുക്ക് ചെയ്തിട്ട് വരാം. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും കയറി ബുക്ക് ചെയ്യുക. 4 മാസം മുന്നേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റിൽ നിങ്ങൾക്ക് എത്താനും ട്രാവലിങ്ങും നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കാനും സാധിക്കും. അല്ലാത്ത പക്ഷം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ആശാൻ അകത്തോട്ട് പോയിട്ടുണ്ട്. അവിടെ ചെരുപ്പൊക്കെ ഊരിയിടാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോവാം. നമ്മളിപ്പോൾ പോകുന്നത് ES6 വഴിയാണ്. അപ്പോൾ ഇതുവഴി കൊടുത്തിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ വെളിയിലാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവഴി അകത്തോട്ട് പോവാം. ഗൈസ് അങ്ങനെ എത്തിയിരിക്കുകയാണ് കാത്തിരുന്ന ആ ഒരു സ്പോട്ടിലോട്ട്, നമ്മുടെ തിരുപ്പതിയിലോട്ട്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നപ്പം ഇവിടോട്ട് വരണം, പോകുന്നതിന് മുമ്പ് ഇവിടോട്ട് വരണമെന്ന്. അങ്ങനെ അവസാനം ഞാൻ എത്തിയിരിക്കുന്നു ഗൈസ്. കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ എന്ന് തന്നെ പറയാനാവും. കാരണം ഞാൻ ഇതിനു മുന്നേ ഹൈദരാബാദ് വർക്ക് ചെയ്തപ്പോഴും വരണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പല ക്യൂ ഉണ്ടായിട്ട് പോലും ദർശനം കഴിഞ്ഞു വരുന്നവരും ദർശനം നടത്താനാകാത്തവരുമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ദിവസേന ലക്ഷങ്ങൾ വന്നെത്തുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ അവധി സമയമായി കഴിഞ്ഞാൽ തിരക്ക് കൂടുകയാണ് പതിവ്. ഗൈസ് ഇവിടെയാണ് അകത്ത് വഴിപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും പൂജകൾ ചെയ്യുന്നത്. കണ്ടോ, അതിനോടൊപ്പം തന്നെ ഇതിന് മുന്നിലായിട്ടുള്ളത് ഒരു ഹനുമാൻ ടെമ്പിളാണ് കേട്ടോ. ഇത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ്. ഇവിടെ ഒരുപാട് ആളുകൾ തൊഴുതിട്ട് ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഹനുമാൻ ക്ഷേത്രം നിലകൊള്ളുന്നത്. നമ്മൾ ഈ അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കുമ്പോൾ കാണുന്നതാണ് ഈ ഒരു ചിത്രവും കാര്യങ്ങളും എല്ലാം. ഇപ്പോഴും മുകളിൽ നല്ല ക്യൂ ആണ്. അവർ ഇന്നലെ രാവിലെ അങ്ങോട്ട് കയറിയ ടീമാണ്. ക്യൂ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉള്ളതാണ് വേണ്ടി ഈ ഒരു ശില്പം. പക്ഷേ ഈ ഒരു ശില്പത്തിൻ്റെ ഇതിൽ കൈ പിടിച്ചിരിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തിരുപ്പതിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രസാദം ലഡ്ഡു ആണ്.
അപ്പം ലഡുവിൻ്റെ കൗണ്ടറിലോട്ടാണ് ഇപ്പം ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തായാലും പ്രസാദം മേടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. കൗണ്ടറിൻ്റെ അവിടെ ഇനി എത്ര ക്യൂ ആണോയെന്ന് എനിക്കറിയില്ല. എങ്കിലും കുറേ ആളുകളൊക്കെ ഇവിടെ ലഡു മേടിച്ച് കഴിച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ലഡു കൗണ്ടർ ഇവിടെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ലഡു കൗണ്ടറിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ നല്ല തണൽ മരങ്ങളും റെസ്റ്റ് എടുക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് വളരെ ഒരു നല്ല കാര്യമാണ്. ഇതാണ് ലഡു കൗണ്ടർ. ഓരോ കൗണ്ടറിൽ നിന്ന് ഒരാൾക്ക് 2 ലഡു വെച്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ലഡു വേണമെങ്കിൽ സ്ലീപ്പില്ലാത്തവർ ഓരോന്ന് മാറി മാറി കയറി പോകേണ്ടി വരും. അങ്ങനെ തിരുപ്പതിയിലെ ലഡു ഒക്കെ മേടിച്ചിട്ട് ഞാൻ നടക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു ലഡുവിന് 50 രൂപ, ചെറുതിന്. വലുതിന് 100 രൂപയാണ് ലഡുവിൻ്റെ ചാർജ് വരുന്നത്. 100 അല്ല കേട്ടോ, 200. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതിന്റെ വ്യൂ ഏകദേശം ഒരു സന്ധ്യാസമയമാകുമ്പോൾ എന്തായിരിക്കുമെന്ന് വീഡിയോയുടെ ലാസ്റ്റ് വരുന്നുണ്ട്. വളരെ മനോഹരമാണത്. അങ്ങനെ അവിടുന്ന് കുറച്ച് വെളിയിലോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നല്ല സ്ട്രീറ്റ് പോലുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്, ക്യാപ്പ് അത് ഇതെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് 2 വഴിയുണ്ട്, അവിടോട്ട് കൊണ്ട് ഇവിടോട്ട്. നമുക്ക് ഈ ഒരു റേഞ്ചിലോട്ട് പോയി നോക്കാം. നല്ല ചൂട് ചായ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മന്ത്രിയാണ് തുപ്പിയിട്ടിരിക്കുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ എവിടെ ചെല്ലുമെന്ന് അറിയത്തില്ല. പക്ഷേ എങ്കിലും നമുക്കത് പോയി നോക്കാം. ഇതൊക്കെ കാണുന്നതൊക്കെ ക്യൂവിൻ്റെ ആണ് കേട്ടോ. ഇതൊക്കെ ക്യൂ കയറി പോകുന്നതിൻ്റെ. അങ്ങനെ നമ്മൾ നടന്നെത്തിയത് ഒരു എൻഡിലായിരുന്നു കേട്ടോ. വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് നടന്നു വേണം അവിടെ ചെല്ലാനായിട്ട്. ഗൈസ്, അങ്ങനെ ഇവിടുത്തെ അന്നദാനം കഴിക്കാൻ വന്നിരിക്കുകയാണ്. പറ്റുമെങ്കിൽ കഴിക്കാൻ ശ്രമിക്കുക. അന്നദാനമാണെന്ന് വെച്ച് വെറുതെ തഴയരുത്. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു സമയത്ത് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. അന്നദാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം സന്ധ്യയാകുമ്പോഴത്തേക്കും ഈ ഒരു കാഴ്ച അവിടെ എനിക്ക് കാണാൻ സാധിച്ചു. എല്ലാ ദിവസവും ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ചെന്നപ്പോൾ എനിക്കിത് കാണാൻ സാധിച്ചത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇത്ര അടുത്ത് ദർശനം നടത്താൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തില്ല കേട്ടോ. ഒരു ഗ്രില്ലിനകത്തൂടെ കണ്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഉത്സവം അതുപോലെ എന്തോ ഒരു കാര്യമായതുകൊണ്ട് തന്നെ നല്ല തിരക്കും അതുപോലെ തന്നെ വെട്ടവും വെളിച്ചവും ഒക്കെ ഇട്ട് വളരെ മനോഹരമായ ഒരു കാഴ്ച. ഗൈസ്, അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രധാനമായിട്ടും പറയാനുള്ള, രാവിലെ ഫ്രീ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട്. പിന്നെ 160 രൂപയാണ് ഇങ്ങോട്ടുള്ള ചാർജ്. അപ്പം അതത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് സ്പോട്ടിൽ 300 രൂപ ഉപയോഗിച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വരാൻ ശ്രമിക്കുക. ഇവിടെ വന്നിട്ട് ഇതുപോലെ ആരതിയൊക്കെ കണ്ടിട്ട് പോകാനാണെങ്കിൽ നമുക്ക് വരുന്നതുകൊണ്ട് ഉപകാരം ഉണ്ടാകും. കാരണം ചിലപ്പോൾ പാസ് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും, തൊഴാൻ പറ്റിയില്ലല്ലോ എന്ന്.
അതുപോലെ തന്നെ താഴെ നിന്ന് കറക്റ്റ് ഇങ്ങോട്ടുള്ള നോൺ ബസ്സിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 160-ഉം മറ്റേതിൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല. ഫ്രീ ബസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് 300 രൂപയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്, ഇറ്റ്സ് മീ മാന്ത്രികൻ.